ഇന്നത്തെ കർക്കിടക സ്പെഷ്യൽ കുമ്പളത്തിൻ്റെ ഇല. കുമ്പളത്തിൻ്റെ ഇല വാട്ടിയ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ചേമ്പിൻ്റെ പട്ട, മോര് ഒഴിച്ച് വയ്ക്കാനുള്ളതാണ്, മോര് കറി ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ഇല എങ്ങനെ നന്നാക്കാന്ന് വെച്ചാൽ അതിൻ്റെ ഞരമ്പ് കളയണം. എന്നിട്ട് ഇങ്ങനെ പിച്ചെടുക്കണം. അങ്ങനെ പിച്ചെടുക്കുക. തുമ്പേര അരിയും ചീരയിലൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുക ചെയ്യുക. ഇതാണ് അതിൻ്റെ ഞരമ്പ്. ഇങ്ങനെ പിച്ചെടുക്കണം. പിന്നെ ചേമ്പിൻ്റെ പട്ട, അതിൻ്റെ ഞാര് കളയുക. എന്നിട്ട് അതിനെ ഇത്തിരി വലിപ്പത്തിൽ നുറുക്കിയെടുക്കണം. വലിയ കഷ്ണമായിട്ട്. മോര് കറിയിൽ അതിങ്ങനെ ഒരു കഷ്ണം കാണണ്ടേ. അപ്പോൾ ഇത്രയും വലിപ്പെടുത്തുന്നുണ്ട്. അതിലൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. 2 പച്ചമുളക് കീറിയിടണം. മഞ്ഞൾപ്പൊടി എപ്പോഴും ഇത്തിരി കൂടുതലിടണം. ഇത് നല്ല വെളുത്ത കുരുമുളക് പൊടിയാണ്. മോര് കറിക്കൊക്കെ ഇങ്ങനത്തെ പൊടിയാണ് നല്ലത്. അതൊരു 1/2 ടീസ്പൂണ്, അരയിലധികം ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നമ്മൾ അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്ത് വയ്ക്കുക. എന്നിട്ട് വേവിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് നാളികേരം വേണം, കുറച്ച് ജീരകം വേണം. വെളുത്തുള്ളി 2 പറ്റി ഇടണമെങ്കിൽ ഇടാട്ടാ. ഞാൻ ചിലപ്പോഴേക്ക് ഇടാറുണ്ട്. അപ്പം അതിനെ വേവിക്കുക. അപ്പോൾ അതൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി ആ നാളികേരം വെണ്ണ പോലെ അരച്ചെടുക്കണം. നല്ലോണം അരയണം കേട്ടോ മോര് കറിക്ക്. ഇപ്പോൾ നല്ല പോലെ അരഞ്ഞുണ്ട്. അത് അതിൽ ചേർത്തിട്ട് അത് നല്ലപോലെ ഒന്ന് തിളയ്ക്കാണ്ട്. മറ്റുള്ള കഷ്ണങ്ങളിട്ട് മോര് കറി വയ്ക്കണേക്കാളും ടേസ്റ്റ് ഇതിനാണെന്ന് അപ്പോൾ തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ തിളച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ മോരൊന്ന് മിക്സിയിലടിച്ച് എന്നിട്ട് അതും ചേർത്തിട്ട് തിളയ്ക്കരുത് കേട്ടോ. തിള വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മളത് ഓഫ് ചെയ്യണം. അധികം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോവും. അതുപോലെ ഇത് അധികം കട്ടിയെടുക്കണ്ട. കുമ്പളങ്ങയൊക്കെ മോര് കറി വയ്ക്കില്ലേ, അതേപോലെ എടുത്താൽ മതി. കായിട്ട് വയ്ക്കുമ്പോൾ ഇത്തിരി കട്ടിയിലായിട്ട് എടുക്കുക. ഈ കട്ടിയാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പം ഇനി അത് വെന്തോ. ഇനി നമ്മൾക്ക് ഇതിൽ കടുക് താളിച്ചൊഴിക്കാം. കുമ്പളങ്ങ, വെള്ളരിക്ക, കായ, ചേന ഇതൊക്കേക്കാളും ടേസ്റ്റ് ഇപ്പോൾ ഈ ചേമ്പിൻ്റെ പട്ട കൊണ്ട് മോര് കറി ഉണ്ടാക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്ക്, ഏതിനാണ് ടേസ്റ്റ് എന്ന്. മോര് കറിയിൽ കടുകും കാച്ചി ഒഴിച്ചു. പിന്നെ ഈ മോര് കറി വയ്ക്കുമ്പോൾ മുളക് പൊടി ഇടാൻ പാടില്ല കേട്ടോ. കുരുമുളക് പൊടി, പച്ചമുളക് മാത്രമേ ഇടാൻ പാടുള്ളൂ. പല ആൾക്കാരും മുളക് പൊടി ഇടുന്ന കാണാം. ഞങ്ങളത് ഇടാറില്ല. ഇതാണ് ടേസ്റ്റ് വരിക. ചിലവർ കടുക് താളിക്കുമ്പോൾ അതിലൂടെ 2 മണി ഉലുവയും പൊട്ടിക്കണ കാണാം. ഞാനിടാറില്ല. ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ 1 ടീസ്പൂണ് പച്ചനെയ്യ് ഒഴിക്കുക. അപ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റായിരിക്കും. ഇപ്പോൾ ചേമ്പിൻതാൾ ഇട്ട് വെച്ച മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇത് കുമ്പളത്തിൻ്റെ ഇല കൊണ്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയത്. ഇത് മോര് കറി. പിന്നെ ഇത് ചെമ്മീൻ ചമ്മന്തി.